പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ വ്ലോഗർമാരായ ഇ ബുൾജറ്റ് സഹോദരന്മാരുടെ വാഹനമിടിച്ച് 3 പേർക്ക് പരിക്ക്. വ്ലോഗർമാരുടെ വാഹനം എതിരെ വന്ന കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വിവരങ്ങൾ ഇക്ബാൽ അറയ്ക്കൽ നൽകും. ഇക്ബാൽ, നേരത്തെയും വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള വ്ലോഗർമാരാണ്. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? യോസ്നി, കണ്ണൂർ സ്വദേശികളും സഹോദരങ്ങളുമായ എബിനും ലിബിനുമാണ് ഇ ബുൾജറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തരായത്. നേരത്തെ ഇവരുടെ വാഹനം രൂപമാറ്റം വരുത്തിയതും മോട്ടോർ വാഹന വകുപ്പ് ഇവരുടെ വാഹനം പിടിച്ചെടുത്തതും തുടർന്നുണ്ടായ കേസുമെല്ലാം വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടിയാണ് എബിനും ലിബിനും കുടുംബവും സഞ്ചരിച്ച വാഹനം ചെർപ്പുളശ്ശേരിക്ക് അടുത്ത് കച്ചേരിക്കുന്നിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ആലിക്കുളം എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് എതിർ ദിശയിൽ വരികയായിരുന്ന വാഹനവുമായി ഇവരുടെ വാഹനം ഇടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ എതിർ ദിശയിൽ വന്ന കാറിൽ ഉണ്ടായിരുന്ന 3 യുവാക്കൾക്കാണ് പരിക്കേറ്റതെന്നാണ് ലഭ്യമാവുന്ന വിവരം. ഇവരെ ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ആശുപത്രിയിലെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചെർപ്പുളശ്ശേരിയിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ബുൾജറ്റ് സഹോദരങ്ങളും കുടുംബങ്ങളും. എതിർ ദിശയിൽ വരികയായിരുന്ന കാറിലേക്കാണ് ഇവരുടെ കാർ ചെന്ന് ഇടിച്ചത്. ഏതായാലും ഈ അപകടത്തിൽ 3 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റുള്ളത്. ഇവരെ പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് രോഷിനി പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇക്ബാൽ, എന്താണ് ഈ അപകടത്തിന്റെ കാരണം? വാഹനം ഏതെങ്കിലും അമിത വേഗതയിലോ മറ്റോ ആയിരുന്നോ? അത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസ് കൈമാറുന്നുണ്ടോ? നിലവിൽ ലഭ്യമാവുന്ന വിവരപ്രകാരം എതിർദിശയിൽ, അതായത് ഇ ബുൾജറ്റ് സഹോദരങ്ങളുടെ ഈ വാഹനത്തിന്റെ എതിർദിശയിൽ വരികയായിരുന്ന വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെയുള്ള നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു വിവരമാണ്. നിലവിൽ ഏതായാലും ഈ ഇ ബുൾജറ്റ് സഹോദരങ്ങളുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ അവർക്ക് ആർക്കും തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റില്ല. ഈ എതിർദിശയിൽ വന്ന ഈ അമിത വേഗതയിലെത്തി അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റിയെത്തിയ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ അപകടത്തിൽ നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവർക്കാണ് അല്ലെങ്കിൽ ഇവരെയാണ് നിലവിൽ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. രോഷിനി, ശരി, ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്.